ചിരട്ടയിലും മരത്തടികളിലും കരകൗശല വിസ്മയം തീർക്കുന്ന രാമൻകുട്ടിയെ പരിചയപ്പെടാം. പാഴൊന്നും ഇവിടെ പാഴാവില്ലെന്നാണ് രാമൻകുട്ടിയുടെ പക്ഷം. റിപ്പോർട്ടിലേക്ക്. അയിലൂർ തോട്ടുംപള്ളം രാമൻകുട്ടിയുടെ വീട്ടിലെത്തിയാൽ ആരുമൊന്ന് അതിശയിക്കും. കാരണം എന്തെന്നല്ലേ? പാഴെന്നു പറഞ്ഞ് നാം വെറുതെ തൂക്കി വിൽക്കുന്നതൊന്നും രാമൻകുട്ടിക്ക് വെറും പാടല്ല. അവയ്ക്കെല്ലാം ജീവൻ കൊടുക്കാൻ ഇദ്ദേഹത്തിനാവും. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കളും രൂപങ്ങളും നിർമ്മിച്ച് ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് രാമൻകുട്ടി. വീട്ടിൽ ഉപേക്ഷിക്കുന്ന ചിരട്ടയാണ് പ്രധാനമായും ഇവിടുത്തെ അസംസ്കൃത വസ്തു. ചിരട്ട കൊണ്ടുള്ള രൂപങ്ങളാണ് രാമൻകുട്ടി ഏറെയും നിർമ്മിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിലെത്തിയാൽ ചിരട്ടകളുടെ തലവര മാറും. പിന്നീടവ അലങ്കാരമണി, കുങ്കുമച്ചപ്പ, തൂക്കുവിളക്ക്, ജഗ്, സ്പൂൺ, തവി, ഗ്ലാസ്, കപ്പ് എന്നിവയൊക്കെയാവും. ഏറെക്കാലം കാർഷിക വൃത്തിയിലേർപ്പെട്ടിരുന്ന രാമൻകുട്ടി കൃഷിപ്പണിയൊക്കെ അവസാനിപ്പിച്ച വിശ്രമജീവിതം തുടങ്ങിയതോടെയാണ് ശില്പങ്ങളുടെയും രൂപങ്ങളുടെയും നിർമ്മാണം സജീവമാക്കിയത്. 10-15 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിൽ ചിരട്ട കൊണ്ടുള്ള പണി, പിന്നെ കൃഷിപ്പണിയെ നോക്കി പാട്ടത്തിനെടുത്തിട്ട് പിന്നെ പശു 3-4 ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ ഗവൺമെൻറ്റിൽ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയതാണ്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ SC കർഷകനിൽ വെച്ചൊരു അവാർഡ് തന്നാണ്, മന്ത്രിയൊക്കെ തന്നതാണ്. അതുപോലെ ഒരു പശു ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ദാനമായിട്ട് കിട്ടിയതാണ്. അതൊക്കെ വിട്ടു പോയിട്ട് ലാസ്റ്റ് കൊണ്ട് ഇപ്പോൾ ഒന്നും പറ്റാണ്ടായപ്പോൾ നമ്മളിപ്പോൾ ഈ ചിരട്ട കൊണ്ടുള്ള പണിയും മറ്റുള്ള മരത്തിൻ്റെ വേരുകൾ കൊണ്ടുള്ള പല കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരകൗശല വസ്തുക്കളായിട്ട് ഉണ്ടാക്കിയിട്ട് ചിരട്ട കൊണ്ട് ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കിയായിരുന്നു തുടക്കം. പിന്നീട് ചിരട്ടയിൽ ഒരുക്കാൻ കഴിയുന്ന രൂപങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട് നിറഞ്ഞു. തോട്ടുംപള്ളത്തെ രാമൻകുട്ടിയുടെ വീട്ടിൽ പോയാൽ ചിരട്ട കൊണ്ടുണ്ടാക്കിയ നിരവധി രൂപങ്ങൾ കാണാൻ സാധിക്കും. കൂടാതെ മരത്തിന്റെ വേരുപയോഗിച്ചുള്ള സൃഷ്ടികളും ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ വിരിയും. മരം കൊണ്ട് കുരങ്ങ്, ആമ, അണ്ണാൻ, ഹനുമാൻ തുടങ്ങിയ രൂപങ്ങളും നിർമ്മിക്കുന്നുണ്ട്. ദിവസങ്ങളെടുത്താണ് ഓരോന്നും പൂർത്തീകരിക്കുന്നത്. കുടുംബം നൽകുന്ന പ്രോത്സാഹനവുമുണ്ട് ഈ മനോഹര നിർമ്മിതിക്ക് പിന്നിൽ. തന്റെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് രാമൻകുട്ടി. UTV ന്യൂസ്, പാലക്കാട്.